ജില്ലാ ആശുപത്രിയുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. ജില്ലാ ആശുപത്രിയിലെ OP വാർഡിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിലയിരുത്തി. ഡോക്ടർമാരുടെ കുറവിനെക്കുറിച്ച് സൂപ്രണ്ടുമായി ചർച്ച ചെയ്തു. പ്രശ്നം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ വൈദ്യുതി സംവിധാനങ്ങളുടെ തകരാറുകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിൽ ബോധ്യമായി. 2 വർഷത്തിലേറെയായി പ്രവർത്തിക്കാത്ത ജില്ലാ ആശുപത്രിയിലെ അലക്ക് യന്ത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കിക്കണ്ടു. 15 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ച അലക്ക് യന്ത്രം വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാലാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. ജില്ലാ ആശുപത്രിയിലെ രോഗികളെയും പ്രസിഡന്റ് സന്ദർശിച്ചു. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തിയതായാണ് തനിക്ക് കിട്ടിയ വിവരമെന്നും ഉടൻ ഡോക്ടർമാരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ നടപടിയെടുക്കുമെന്നും ശ്യാമളാദേവി പിന്നീട് പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് കാഞ്ഞങ്ങാട് നഗരസഭയാണ്. നഗരസഭ അധികൃതരുമായി ആശുപത്രി അധികൃതർ ബന്ധപ്പെടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് അടിയന്തരമായി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഈ വർഷത്തെ പ്ലാൻ ഫണ്ട് ഇതൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും അടിയന്തരമായി ഓൺ ഫണ്ടിൽ നിന്നെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ഫാനുകൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊതുകുകളുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അടിയന്തരമായി ചെയ്യും. പിന്നെ ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രശ്നം പറഞ്ഞു. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പോലും പിന്നെ അടുത്ത സമയങ്ങളിൽ അത് ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവും. പിന്നെ ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസ്ഫോമർ മാറ്റിയാൽ മാത്രമേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. ഡോക്ടർമാരുടെ 3 നിയമനം ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരാൾ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. 2 പേര് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ബന്ധപ്പെട്ട് അതിനെന്താണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയാലും മതി. കാഷ്വാലിറ്റിയുടെ പ്രശ്നമാണ്. പിന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് എന്താ വെച്ചാൽ വേണ്ടത് ചെയ്യാതെ പറ്റും. സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ. മാലിന്യ നീക്കത്തിൻ്റെ അത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയായിട്ടൊന്ന് പുതിയ ഭരണസമിതിയാണല്ലോ, മുനിസിപ്പാലിറ്റിയായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെന്താ നടപടി എടുക്കുന്നതെന്ന് നോക്കാം.